ओं नमो ब्रह्मादिभ्यो ब्रह्मविद्या संवृताय कर्तृभ्यो वंशऋषिभ्यो महद्भ्यो नमो गुरुभ्यः। सर्वोपप्लवरहितः प्रज्ञानघनः प्रत्यगर्थो ब्रह्मैवाहमस्मि। ॐ पूर्णमदः पूर्णमिदं पूर्णाद् पूर्णमुदच्यते पूर्णस्य पूर्णमादाय पूर्णमेवावशिष्यते। ॐ शान्ति शान्ति शान्तिः। हरिः ॐ श्रीगुरुभ्यो नमः। हरिः ॐ। साधकर्ക്കും പ്രണാമം. ഹരി ഓം. ഓം നമോ നാരായണായ. അധ ശുക്ലയജുർവേദീയ കാണ്വശാഹ ബൃഹദാരണ്യക ഉപനിഷത് ദ്വിതീയകാണ്ഡം മുനികാണ്ഡം തൃതീയോ അധ്യായം ജൽപരൂപ ഉപപത്തി പ്രകരണം പ്രഥമ ബ്രാഹ്മണം ആശ്വല ബ്രാഹ്മണം പ്രഥമ മന്ത്രം ദ്വിതീയ മന്ത്രം. ഓം നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യോ നമഃ പരമർഷിഭ്യഃ. ഓം ജനഹോഹ വൈ ദേഹഃ ബഹൂദക്ഷിണേന യജ്ഞീദ് യജേത് തത്രഃ കുരു പാഞ്ചാലാനാം ബ്രാഹ്മണാഃ അഭിസമേതാ ബഭൂവുഃ. തസ്യഃ ജനകസ്യ വൈദേഹസ്യ വിജിജ്ഞാസാ ബഭൂവ കഃ സ്വിദേശാം ബ്രാഹ്മണാനാം അനൂചാനതമ ഇതി. സഹ ഗവാം സഹസ്രം അവരുരോധ ദശ ദശ പാദാഃ ഏക ഏകസ്യാഃ ശൃംഗയോഃ ആബദ്ധാഃ ബഭൂവുഃ. താൻ ഹ ഉവാച ബ്രാഹ്മണാഃ ഭഗവന്തഃ യോ വോ ബ്രഹ്മിഷ്ടഃ സ ഏതാ ഗാഃ ഉദജതാമിതി. തേഹ ബ്രാഹ്മണാഃ ന ദദൃശുഃ. അധഃ യാജ്ഞവൽക്യഃ സ്വമേവ ബ്രഹ്മചാരിണമുവാച ഏതാഃ സൗമ്യ ഉദജ സാമസ്രവാ ഇതി. താഃ ഉദജകാര തേഹ ബ്രാഹ്മണാഃ ചുക്രുദുഃ. കഥം നോ ബ്രഹ്മിഷ്ടഃ ബ്രവീതേ ഇതി. അധഃ ജനകസ്യ വൈദേഹസ്യ ഹോതാ അശ്വലോ ബഭൂവ. സഹ ഏനം പപ്രച്ഛ ത്വം नु खलु नो याज्ञवल्क्य ब्रह्मिष्ठः असि इति. सहोवाच नमो वयं ब्रह्मिष्ठाय कुर्मः गोकाम एव वयं स्म इति. तं ह ततः एव प्रष्टुं दद्रे होदा अश्वलः. ദ്വിതീയ മന്ത്രം നമുക്ക് ഒന്നുകൂടെ ചൊല്ലാം. ദയവായി എല്ലാവരും കൂടെ ചൊല്ലുക. താൻ ഹ ഉവാച ബ്രാഹ്മണാഃ ഭഗവന്തഃ യോ വോ ബ്രഹ്മിഷ്ടഃ സ ഏതാ ഗാഃ ഉദജതാമിതി. തേഹ ബ്രാഹ്മണാഃ ന ദദൃശുഃ. അധഃ യാജ്ഞവൽക്യഃ സ്വമേവ ബ്രഹ്മചാരിണമുവാച ഏതാഃ സൗമ്യ ഉദജതാം സാമസ്രവാ ഇതി. താഃ ഉദജകാര തേഹ ബ്രാഹ്മണാഃ ചുക്രുദുഃ. കഥം നോ ബ്രഹ്മിഷ്ടഃ ബ്രുവീതേ ഇതി. അധഃ ജനകസ്യ വൈദേഹസ്യ ഹോതാ അശ്വലോ ബഭൂവ. സഹ ഏനം പപ്രച്ഛ ത്വം नु खलु नो याज्ञवल्क्य ब्रह्मिष्ठः असि इति. सहोवाच नमो वयं ब्रह्मिष्ठाय कुर्मः
गोकाम एव वयं स्म इति तं ततः एव प्रष्टुं दद्रे होता अश्वलः. യാജ്ഞവൽക്യ മഹർഷിയുടെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടരാം. ജനക മഹാരാജാവിൻ്റെ ജനകസഭയിൽ വിദ്വത്സഭ നടക്കുകയാണ്. അശ്വമേധ യാഗാദി അനന്തരം അവിടെ സമ്മേളിച്ചിരിക്കുന്ന ബ്രാഹ്മണരോടായി, ശാസ്ത്രാർത്ഥികളും വേദപണ്ഡിതരുമായ ബ്രാഹ്മണരോടായിക്കൊണ്ട് ജനക മഹാരാജാവ് വിളംബരം ചെയ്യുന്നത് വിദ്വത്സഭ നടക്കുകയാണ്. എന്തിനു വേണ്ടി? ആരാണ് ഏറ്റവും അനൂചാനതമൻ വേദാംഗ പണ്ഡിതൻ എന്ന് തിരിച്ചറിയുവാൻ വേണ്ടിയാണ് ഞാൻ ഈ വിദ്വത്സഭ നടത്തുന്നത് എന്ന് അദ്ദേഹം വിളംബരം ചെയ്തതിനന്തരം അദ്ദേഹം തന്നെ പറയുന്നത് നമ്മൾ കണ്ടു. 1000ഓളം പശുക്കളെ ഞാൻ ഈ ആരാണോ വിജയിക്കുന്ന ആ വിജയിക്ക് സമ്മാനമായി നൽകുമെന്ന് കണ്ടു. ആ പശുക്കളുടെ പ്രത്യേകതയും നമ്മൾ കണ്ടു. അതോടൊപ്പം തന്നെ ജനക മഹാരാജാവിൻ്റെ സ്വഭാവ സവിശേഷതകളാണ് ഒന്നാമത്തെ മന്ത്രത്തിൽ അല്ലെങ്കിൽ ആഖ്യായികയുടെ ആരംഭത്തിലെ പ്രധാന ചർച്ചാ വിഷയം അല്ലെ പ്രതിപാദക വിഷയം. അദ്ദേഹം ബഹുദക്ഷിണകൾ കൊടുക്കുവാനുള്ള വിശാല മനസ്സ്, അതോടൊപ്പം അദ്ദേഹത്തിന് അറിവില്ലാത്ത മേഖലകൾ അറിയുവാനുള്ള ജിജ്ഞാസ. അപ്പോൾ നമ്മളിവിടെ കണ്ടിരുന്നു ദക്ഷിണ കൊടുക്കുന്നതിൻ്റെ പ്രാധാന്യം നമ്മൾ കണ്ടു അല്ലേ? നമ്മൾ ആ ശ്ലോകങ്ങളൊക്കെ കണ്ടിരുന്നു ഉപോദ്ഘാത ഭാഷ്യത്തിൽ. അപ്പം എന്തിനു വേണ്ടി ബഹുദക്ഷിണ കൊടുത്തു? അദ്ദേഹത്തിൻ്റെ മനസ്സിൽ സങ്കല്പമുണ്ടായിരുന്നു ഇതിനു ശേഷം വിദ്വത്സഭ നടത്തുകയാണ്. അപ്പം വിദ്വത്സഭ കൂടിയിരിക്കുന്ന അനേകം പണ്ഡിതന്മാർ അവരവരുടെ ആശയങ്ങൾ, അവരുടെ പാണ്ഡിത്യത്തെ വിദ്വത്സഭയിൽ പ്രദർശിപ്പിക്കും. അപ്പോൾ ആ അറിവെല്ലാം എനിക്ക് ലഭിക്കുമല്ലോ. അപ്പോൾ അറിവ് വെറുതെ വേണ്ട. അതിന് മുന്നോടിയായിക്കൊണ്ട് ജനക മഹാരാജാവ് എന്ത് ചെയ്തു? ഇവർക്ക് ബഹുദക്ഷിണകൾ നൽകുന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ അദ്ദേഹം പറഞ്ഞു ആരാണോ വിജയിക്കുന്നത് അവർക്ക് ഞാൻ സമ്മാനം നൽകുന്ന അതിൻ്റെ സവിശേഷതകൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ജനക മഹാരാജാവിൻ്റെ വിദ്വത്സഭ നമ്മുടെ മനസ്സിലുണ്ടാകണം, ആ ഭാവന ഉണ്ടാകണം. നമുക്ക് ദ്വിതീയ മന്ത്രം നമ്മൾ തുടക്കം കണ്ടിരുന്നു. എന്താ പറയുന്നത്? താൻഹ ഉവാച ബ്രാഹ്മണാഹ ഭഗവന്തഃ. എല്ലാവരെയും അഭിസംബോധന ചെയ്യുകയാണ്. ഭഗവാൻ എന്ന് വിളിച്ചു. ഭഗവന്തഃ എന്ന് വെച്ചാൽ ബഹുവചനം അല്ലേ? ഭഗവാൻ എന്നത് ഏകവചനം, പിന്നെ ഭഗവന്തഃ എന്ന് പറയുമ്പോൾ ബഹുവചനം. അതായത് അവിടെ കൂടിയിരിക്കുന്ന എല്ലാ വിദ്വാൻമാരെ, ആദരണീയരായവരെ ഞാൻ നിങ്ങളെ ഈശ്വരകോടികളായിട്ടാണ് കാണുന്നത്, നിങ്ങൾക്കൊക്കെ എൻ്റെ നമസ്കാരം എന്ന് പറഞ്ഞു എല്ലാവരെയും അവരുടെ പാണ്ഡിത്യത്തെ അല്ലെങ്കിൽ അവരുടെ ആ ശാസ്ത്രം അറിയുവാനുള്ള ആ സ്വഭാവത്തെ ജനക മഹാരാജാവ് ഇവിടെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത് ഭഗവന്തഃ എന്ന വാക്കുകൊണ്ട്. എന്നിട്ട് ഞാൻ ആരൊക്കെയാണ് നിങ്ങൾ? എനിക്ക് ഭഗവാൻ മാത്രമല്ല, അടുത്ത അഭിസംബോധനയാണ് ബ്രഹ്മിഷ്ഠഃ. നിങ്ങളെല്ലാവരും എന്താണ്? ബ്രഹ്മിഷ്ഠന്മാർ ആയി ഞാൻ കാണുന്നു. അതിലേറ്റവും ഏമനായിരിക്കുന്ന ആൾ ആരാണോ അവരെ എനിക്ക് മനസ്സിലാക്കണം ആരാണ് അതെന്ന്. അതിനു വേണ്ടിയാണ് എൻ്റെ ജിജ്ഞാസ എന്ന് പറഞ്ഞു. ബ്രഹ്മിഷ്ഠൻ എന്ന വാക്കിൻ്റെ അർത്ഥം വേദാന്ത തൽപരൻ എന്നാണ്. തൽപരൻ എന്ന് വെച്ചാൽ കേമൻ, സമർത്ഥൻ എന്നാണ്. വേദാന്ത തൽപരൻ, വേദത്തിൻ്റെയും വേദാന്തത്തിൻ്റെയും സർവ ശാസ്ത്ര തൽപരൻ അങ്ങനെയും പറയാം. എല്ലാ അറിവുകളും കൈവശമുള്ളവൻ എന്നുള്ളത്. എപ്പം ചോദിച്ചാലും അല്ലേ? ഋഗ്വേദം ചോദിക്കുന്നു അപ്പം തന്നെ പറയുന്നു അല്ലേ? ജ്യോതിഷം ചോദിക്കുന്നു അപ്പം തന്നെ പറയുന്നു. അങ്ങനെ വേദത്തിൻ്റെ ഏത് ശാസ്ത്രശാഖകളുണ്ടോ അതൊക്കെ കണ്ടസ്ഥമാക്കിയിരിക്കുന്നത്. അതാണ് ബ്രഹ്മിഷ്ഠൻ എന്ന് അല്ലേ? ബ്രഹ്മവിത്ത്, വരിയാൻ, വരിഷ്ഠൻ,
എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ബ്രഹ്മിഷ്ഠൻ എന്ന വാക്ക് ഇവിടെ പറഞ്ഞു. എന്നിട്ട് അത് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഒരു ഉത്സാഹമാണ്, ഞാനായിരിക്കണം ബ്രഹ്മിഷ്ഠൻ അല്ലേ, ബ്രഹ്മിഷ്ഠൻ എന്ന ആ ഒരു ടൈറ്റിൽ എനിക്ക് കിട്ടാൻ പോവുകയാണ് ഇവിടെ വിജയിച്ചാൽ. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ഉത്സാഹമൊക്കെ വന്നു. അത് മാത്രമല്ല, ഉത്സാഹത്തിന് കാരണം എന്താണ്, ആ സ്വർണ്ണ നാണയങ്ങൾ പതിപ്പിച്ച പശുക്കളെയും അതും വേണം. എന്നിട്ട് പറയുന്നു, നിങ്ങൾക്ക് സ്വന്തമായി അത് എടുക്കുക. അതും നമ്മൾ കണ്ടിരുന്നു. സ ഏതാം ഗാഹ ഉദജതാമിതി തേഹ ബ്രാഹ്മണാഹ, അല്ലയോ ബ്രാഹ്മണന്മാരെ, നിങ്ങൾക്ക് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഈ പശുക്കളെ മുഴുവൻ നിങ്ങൾക്ക് സ്വന്തമാക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഗ്രഹത്തിലേക്ക് കൊണ്ടുപോകാം, അതിനാരും ഇവിടെ തടയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ അത് കേട്ടപ്പോഴെന്ത് പറ്റി, എല്ലാ ബ്രാഹ്മണരുടെയും ഭാവത്തിനെയാണ് അടുത്ത് പറയുന്ന ന ദദൃശുഹു തേഹ ബ്രാഹ്മണാഹ ന ദദൃശു. ഒരു ബ്രാഹ്മണന്മാര് പോലും അതിന് മുന്നോട്ട് വന്നില്ല. എന്ത്, ഞാനാണ് ബ്രഹ്മിഷ്ഠൻ എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നില്ല. എന്തുകൊണ്ട്? അവരുടെ അറിവിൽ അവർക്ക് തന്നെ വിശ്വാസമില്ലായിരുന്നു. നമ്മൾക്കൊക്കെ ഇടയ്ക്ക് പറ്റുന്നതാണ് അല്ലേ, എത്ര പഠിച്ചെങ്കിലും ആ ഉള്ളിൻ്റെ ഉള്ളിലൊരു വിശ്വാസക്കുറവ്. അതെന്തുകൊണ്ടാണ്? നമ്മളോട് തന്നെ നമ്മൾക്ക് ശ്രദ്ധയില്ലാത്തത് കൊണ്ടാണ് അല്ലേ. ആ ഭാവത്തെയാണ് ഇവിടെ ന ദദൃശു എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ആരും വന്നില്ല. ഇനി അടുത്തത്, അധഹ യാജ്ഞവൽക്യഃ. അധഹ ഇൻ ദിസ് ടൈം അല്ല, ഇൻ ദിസ് പർട്ടിക്കുലർ ടൈം എന്ന് വെച്ചാൽ എന്താണ്, ഈ സമയത്ത്, അതായത് എല്ലാ ബ്രാഹ്മണന്മാരും ജനകസഭയിൽ തല താഴ്ത്തിയിരിക്കുന്നത് കണ്ടിട്ട് ആ സമയത്ത് സ്വമേവ എന്ന് വെച്ചാൽ സ്വയമേവ, യാജ്ഞവൽക്യഃ സ്വയമേവ, യാജ്ഞവൽക്യ മഹർഷി മുന്നോട്ട് വന്നിട്ട്, അതായത് സ്വപ്രേരണാർത്ഥം. സ്വമേവ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ? സ്വപ്രേരണാർത്ഥം, തന്നെ പ്രേരണ കൊണ്ട്, മറ്റാരുടെയും പ്രേരണ കൊണ്ടല്ല, സ്വപ്രേരണ കൊണ്ട്. എന്തുകൊണ്ടാണ്? അതിനെയാണ് സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അറിവിൽ അദ്ദേഹത്തിന് തന്നെ പൂർണ്ണ വിശ്വാസം ഉണ്ടായിരുന്നു. അതാണ് സ്വമേവ. നമ്മൾ ആരെങ്കിലും വരുമോ സ്വമേവ മുന്നോട്ട് വരിക? ഇച്ചിരി പ്രയാസമാണ്. കാരണം എന്താ, ഞാൻ പറയുന്നത് തെറ്റിപ്പോയ ആളുകൾ എന്നെ മൂർഖൻ എന്ന് വിളിക്കും അല്ലേ, പല അപവാദങ്ങളും ഞാൻ കേൾക്കേണ്ടി വരും. അതൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അതുകൊണ്ട് നമ്മൾ സ്വമേവ വരില്ല. ഈ യാജ്ഞവൽക്യ മഹർഷിയുടെ ശ്രദ്ധയാണ്, അദ്ദേഹത്തിൻ്റെ അറിവിലുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ശ്രദ്ധയാണ് അവിടെ നമ്മൾ കണ്ടത് സ്വമേവ. എന്നിട്ട് എന്ത് ചെയ്തു? മുന്നോട്ട് വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ബ്രഹ്മചാരിണം ഉവാച. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മചാരികൾ, ഇവിടെ ബ്രഹ്മചാരി എന്ന വാക്കിൻ്റെ അർത്ഥം ശിഷ്യ പ്രശിഷ്യന്മാർ, അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ. ജനകസഭയിൽ ഈ വിദ്വത്സഭ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഗുരുകുലത്തിൽ ശിഷ്യന്മാരെയൊക്കെ ആയിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി ജനകസഭയിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ ആ ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് അതിൽ എന്ത് ചെയ്തു? ഒരാളെ നോക്കിയിട്ട് എന്ത് അദ്ദേഹത്തിൻ്റെ പേര് വിളിക്കുകയാണ്. സ്വമേവ ബ്രഹ്മചാരിണം ഉവാച യഥാഹ ഏതാഹ സൗമ്യ, അല്ലയോ സൗമ്യ, അല്ലയോ പ്രിയ ശിഷ്യ. ആ പ്രിയ ശിഷ്യന്മാർ എല്ലാവരും പ്രിയ ശിഷ്യന്മാരാണ്. അദ്ദേഹത്തിനാണ് ത്രേതായുഗത്തിൽ ഏറ്റവും ശിഷ്യ പരമ്പരകൾ, ശിഷ്യ സമ്പത്തുകൾ ഉണ്ടായിരുന്നത് യാജ്ഞവൽക്യ മഹർഷിക്കായിരുന്നെന്നാണ് സ്മൃതി ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നത്. നമ്മൾ വിചാരിക്കും വസിഷ്ഠ മഹർഷിക്കാണെന്ന് ത്രേതായുഗത്തിൽ. കാരണം വസിഷ്ഠ മഹർഷിയാണല്ലോ ഭഗവാൻ രാമചന്ദ്രപ്രഭുവിൻ്റെ കുലഗുരു, പിന്നെ ഭഗവാനെ പോലെയുള്ള ശിഷ്യന്മാരൊക്കെ ഉള്ളത്. പക്ഷെ വസിഷ്ഠ മഹർഷിക്ക് ഉണ്ടായിരുന്നു, അദ്ദേഹം മഹാസിദ്ധനായിരുന്നു. നമുക്കറിയാം വസിഷ്ഠ മഹർഷിയുടെ പ്രത്യേകതകളൊക്കെ എല്ലാവർക്കും അറിയാം. ബ്രഹ്മനിഷ്ഠനായിരുന്നു, രാജർഷിയായിരുന്നു വസിഷ്ഠ മഹർഷി, പിന്നെ കുലഗുരുവായിരുന്നു. അങ്ങനെ ഒരുപാട് ടൈറ്റിലൊക്കെ ഉള്ള ആളായിരുന്നു. പക്ഷേ ശിഷ്യസമ്പത്ത് ഉണ്ടായിരുന്നത് യാജ്ഞവൽക്യ മഹർഷിക്കായിരുന്നു എന്നാണ് യാജ്ഞവൽക്യ സ്മൃതി എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്, അതിലൊക്കെ പറയുന്നത് അങ്ങനെയാണ്. അപ്പം യാജ്ഞവൽക്യ മഹർഷി, അപ്പം അദ്ദേഹത്തിൻ്റെ
അനേകം ശിഷ്യന്മാരിങ്ങനെ പുറകിൽ നിൽക്കുകയാണ്. ആ വിദ്വത്സഭ നടക്കുന്നിടത്ത് പണ്ഡിതന്മാരൊക്കെ ഇങ്ങനെ അവിടെ ഉപവിഷ്ടരായിരിക്കുന്നു. അവരുടെ കൂടെ വന്ന് വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ് അവിടെ. കാരണം ഇത് കണ്ടു പഠിക്കണമല്ലോ നമ്മൾ. എങ്ങനെയാണ് ഗുരുവിൻ്റെ കാലാനന്തരം പിന്നീട് ആ പരമ്പര തുടരേണ്ടവരാണല്ലോ ശിഷ്യന്മാർ. അപ്പോൾ ഇവിടെയൊക്കെ നമ്മളെ കൊണ്ടുപോയി ഇതൊക്കെ പരിചയമാക്കും. എങ്ങനെയാണ് വിദ്വത്സഭ കൂടേണ്ടത്, അതിനൊരുപാട് നിയമാവലികളുണ്ട്. നമ്മൾ ഇരിക്കേണ്ടത് അല്ലേ, നമുക്ക് ഹാരമണിയിക്കും, അതൊക്കെ പ്രത്യേകതകളാണ് അവിടെ. നമുക്ക് ദക്ഷിണകൾ തരും. പിന്നെ നമ്മൾ തന്നെ നമ്മളെ പരിചയപ്പെടുത്തണം. ഞാൻ ഏത് വേദശാസ്ത്ര ശാഖയാണ്, ഏത് പരമ്പരയാണ്, എൻ്റെ ഗുരുസ്ഥാനം എവിടെയാണ്, ഏത് മഹാവാക്യമാണ് വിചാരം ചെയ്യുന്നത്, എവിടെ നിന്നാണ് ദീക്ഷ എടുത്തിരിക്കുന്നത്, ഇത്യാദി ഇത്യാദി നമ്മുടെ ബയോഡേറ്റ മുഴുവൻ അവിടെ പറയണം. എന്നിട്ട് വേണം നമ്മൾ വാദത്തിനായി വരാം. അങ്ങനെ ഒരുപാട് നിയമാവലികളൊക്കെ ഉണ്ട്. അത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വിദ്വത്സഭ കാണുക എന്നുള്ളത് വളരെ പ്രയാസകരമാണ്. ഗുരുകുലങ്ങളിൽ പോയാൽ നമുക്ക് കാണാവുന്നതാണ്. അപ്പം അങ്ങനെ വിദ്വത്സഭ നടക്കുന്നിടത്ത് ബ്രഹ്മചാരികൾ ഇങ്ങനെ പുറകെ നിൽക്കുകയാണ്. ആ ബ്രഹ്മചാരികളെ എല്ലാവരെയും നോക്കിക്കൊണ്ട് സൗമ്യ എന്ന് വിളിക്കുകയാണ്. ശിഷ്യന്മാരെ, എന്തിൻ്റെ അർത്ഥം എന്തിനാണ്? നിങ്ങൾ ശ്രദ്ധിച്ചോളൂ എന്ന് യാജ്ഞവൽക്യ മഹർഷി സൗമ്യ എന്നുള്ള ഒറ്റ വിളിയിൽ ശിഷ്യന്മാരെ എല്ലാം അലേർട്ടാക്കുകയാണ് അവിടെ. എന്നിട്ട് അതിൽ നിന്ന് ഒരാളെ ശിഷ്യന്മാരുടെ പ്രതിനിധികളായിക്കൊണ്ട് ഒരു ശിഷ്യനെ മാത്രം പേര് വിളിക്കുകയാണ്. അതാണ് സാമസ്രവാ ഇതി. ഇവിടെ ശിഷ്യൻ്റെ പേര് യാജ്ഞവൽക്യ മഹർഷി വിളിക്കുകയാണ്. എൻ്റെ പ്രിയ ശിഷ്യന്മാരെ, അതിൽ സാമസ്രവസേ ഉദജ. സാമസ്രവസേ, നീ ഇങ്ങോട്ട് വരൂ. എന്നിട്ട് എന്ത് ചെയ്യണം? ഉദജ. ഉദജ എന്നുള്ള വാക്കിൻ്റെ കൂടെ നമ്മൾ കൂട്ടിച്ചേർക്കണം ഗാഹ ഉദജ. പശുക്കളെ എടുത്തുകൊണ്ട് പോകും. ഉദജ എന്ന് വെച്ചാൽ കൊണ്ടുപോയിക്കൊള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും കൊണ്ടുപോവുക? അവിടെ സമ്മാനമായി എന്താണോ ബ്രഹ്മിഷ്ഠന് കൊടുക്കുവാനായി വെച്ചിരിക്കുന്നത്, ആ സമ്മാനത്തെ ഇവിടെ എന്താണ്? പശുക്കളാണ്. അപ്പോൾ അതിനെ ഗാഹ ഉദജ, നീ ഈ പശുക്കളെ എടുത്തുകൊണ്ട് പൊയ്ക്കോളൂ. എങ്ങട്? മമ ഗുരുകുലം, നമ്മുടെയൊക്കെ ഗുരുകുലത്തിലേക്ക്, നമ്മുടെ ഗുരുകുലത്തിലേക്ക് എന്ത് ചെയ്യണം? ഈ പശുക്കളെ കൊണ്ടുപോളൂ എന്ന് സാമസ്രവസിനോട് ഗുരു ആജ്ഞാപിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ വിദ്വത്സഭയിൽ സാമസ്രവസ് ഇങ്ങനെ പുറകെ നിൽക്കുകയാണ്. അപ്പം എല്ലാവരുടെയും കണ്ണെങ്ങടായിരിക്കും? സാമസ്രവസിലേക്കായിരിക്കും അല്ലേ? എന്താണ് യാജ്ഞവൽക്യ മഹർഷി സാമസ്രവസിനെ വിളിച്ചുകൊണ്ട്, എത്ര ശിഷ്യന്മാരുണ്ട്, സൗമ്യ എന്ന് വിളിച്ചാൽ മതിയായിരുന്നു അല്ലേ? ശ്രദ്ധിക്കണേ, ഓരോ വാക്കിനും അത്രയും ആന്തരാർത്ഥമുണ്ട്. സാമസ്രവാസ് എന്ന് എന്തായിരിക്കും വിളിച്ചത്? ഒരു സൗമ്യ എന്ന് വിളിക്കുമ്പോൾ ഏതെങ്കിലും ശിഷ്യന്മാർ ഇറങ്ങി വന്ന് ആ പശുക്കളെ, അല്ലെങ്കിൽ 1000-ലധികം പശുക്കളല്ലേ, അപ്പോൾ കുറേ പേര് വേണം, ഒരാൾ പോരാ അല്ലേ? ഇവരെയൊക്കെ തളിച്ചുകൊണ്ട് യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുകുലത്തിൽ കൊണ്ടുപോയി ഗോശാലയിൽ കെട്ടണം. അപ്പോൾ ഒരാൾക്ക് പറ്റൂല. പക്ഷേ എന്നിട്ടും ഒരാളുടെ പേരെ യാജ്ഞവൽക്യ മഹർഷി വിളിച്ചുള്ളൂ. സാമസ്രവാ, സാമസ്രവാന്ന് നീട്ടി വിളിക്കുകയാണ്. അപ്പം ഗുരുനാഥൻ ഒരാളെ വിളിച്ചുള്ളൂ. അയാൾ ശ്രദ്ധയോടുകൂടി ആ വിളി കേട്ടിട്ട് പുറകില, കാരണം 100ഓളം എന്താ പറയുക വേദപണ്ഡിതന്മാർ അവിടെ ഇരിപ്പുണ്ട്. അവരുടെയൊക്കെ പുറകിലാണ് ശിഷ്യന്മാർ നിൽക്കുന്നത്. അപ്പോൾ അത് കേട്ട്, ഇന്നത്തെ പോലെ മൈക്കോ ഒന്നുമില്ല അല്ലേ, അപ്പോൾ ഉറക്കെ വിളിച്ച് കേട്ട് അയാൾ തന്നെ ഇറങ്ങി വന്ന് ഈ സമ്മാനം എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ശിഷ്യന് ആ പേര് വിളിക്കുമ്പോൾ ശിഷ്യൻ ശ്രദ്ധയോടുകൂടി അവർ മാത്രം ഇറങ്ങി വരണം. അല്ലാണ്ട് എടുത്തുകൊണ്ട് പൊക്കോളം പറയുമ്പോൾ ശിഷ്യന്മാരെല്ലാം കൂടെ വന്ന് ആ സഭ കോലാഹലമാക്കുകയല്ല വേണ്ടത്. ശിഷ്യൻ്റെ ആ ശ്രദ്ധയെ ഉണർത്തുവാനായിട്ടാണ് നീട്ടി വിളിക്കുന്നത്. പിന്നെ സാമസ്രവാ എന്ന് വിളിച്ചു. സാമസ്രവം എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. സാമവേദ അധ്യയനകർത്ത. സാമവേദ അധ്യയനകർത്ത സഹ
സാമസ്രവഃ. സാമവേദ അധ്യയനകർത്ത സഹ സാമസ്രവഃ എന്ന് വെച്ചാൽ എന്തായിരിക്കും? സാമവേദ അധ്യയനകർത്ത എന്ന് വെച്ചാൽ എന്താണ്? സാമവേദത്തെ അധ്യയനം ചെയ്യുന്നവൻ. സാമവേദത്തെ അധ്യയനം ചെയ്യുന്നവരെല്ലാവരും എന്താ വിളിക്കുന്നത്? സാമസ്രവസ് എന്നാണ് വിളിക്കുന്നത്. സാമസ്രവസ് എന്ന് ഒരാളുടെ പേരല്ല. ആരൊക്കെ സാമവേദം പഠിക്കുന്നു അവരെ സാമസ്രവാർ എന്ന് വിളിക്കും. അപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്യേണ്ടത് എന്തെന്ന് വെച്ചാൽ, യാജ്ഞവൽക്യ മഹർഷി ഏത് വേദത്തിൻ്റെ പ്രതിനിധിയാണ്, അല്ലെങ്കിൽ പ്രവർത്തക ആചാര്യനാണ്? നമ്മൾ പഠിച്ചതാണ് കൃഷ്ണയജുർവേദം അല്ലേ? നമ്മൾ പഠിക്കുന്ന ബൃഹദാരണ്യക ഉപനിഷത്തും കൃഷ്ണയജുർവേദം ശുക്ലയജുർവേദം. കൃഷ്ണയജുർവേദം വൈശമ്പായനൻ. അപ്പം യാജ്ഞവൽക്യ മഹർഷി ശുക്ലയജുർവേദ പ്രവർത്തക ആചാര്യനാണ്. അപ്പോൾ ശുക്ലയജുർവേദം നമ്മൾ കണ്ടിരുന്നു, വാജസേനയിൽ നിന്നും കിട്ടി, വൃദ്ധവ്യാസറിൽ നിന്നും കിട്ടി, വൈശമ്പായന മഹർഷിയിൽ നിന്നും. 3 ആചാര്യന്മാരിൽ നിന്നുമാണ്. ശ്രദ്ധിക്കണേ, 3 ആചാര്യന്മാർ. 1 സൂര്യദേവൻ വാജസേന, 2 വൃദ്ധവ്യാസർ, 3 വൈശമ്പായനൻ. 3 മഹർഷിമാരിൽ നിന്നുമാണ് യാജ്ഞവൽക്യ മഹർഷിക്ക് യജുർവേദത്തെ കിട്ടിയത് അല്ലേ? നമ്മളത് ആദ്യത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. നമ്മൾ സമയം കിട്ടുമ്പോൾ എടുത്ത് നോക്കിയാൽ മതി, യാജ്ഞവൽക്യ മഹർഷിയുടെ ചരിത്രം പഠിച്ച സമയത്ത്. അപ്പോൾ ഈ 3 ആചാര്യന്മാരിൽ നിന്നും യാജ്ഞവൽക്യ മഹർഷിക്ക് ലഭിച്ചത് യജുർവേദമാണ്. എന്നിട്ട് വൈശമ്പായന മഹർഷിയുടെ ബ്രഹ്മഹത്യാപാപത്തിൻ്റെ ഫലമായിട്ട് വൈശമ്പായന മഹർഷി ഇവർ തമ്മിൽ പിരിയുന്നതും, അത് പിന്നെ കൃഷ്ണയജുർവേദം ശുക്ലയജുർവേദം എന്ന 2 ശാഖയായി മാറുന്നതൊക്കെ നമുക്ക് സുപരിചിതമാണ്. പിന്നീട് യാജ്ഞവൽക്യ മഹർഷി ശുക്ലയജുർവേദത്തിൻ്റെ പ്രവർത്തക ആചാര്യനായി മാറുകയാണ്. യാജ്ഞവൽക്യ മഹർഷി ശുക്ലയജുർവേദത്തിൻ്റെ പ്രവർത്തക ആചാര്യനായി മാറി ശുക്ലയജുർവേദ ശാഖയോടുകൂടി ഗുരുകുലം തുടങ്ങി. പിന്നെ അവിടെ ഗുരുകുലത്തിൽ അന്തേവാസികൾ വരുന്നു, ശിഷ്യന്മാർ വരുന്നു, ആ ശാഖയെ വിപുലീകരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ചരിത്രം നമ്മൾ പഠിച്ചത്. ആ ശുക്ലയജുർവേദി ആചാര്യനായ യാജ്ഞവൽക്യ മഹർഷിയുടെ അടുത്ത് എന്തിനാണ് സാമസ്രവസ് വരുന്നത്? സാമസ്രവസ് എന്താണ്? സാമവേദ അധ്യയനകർത്ത അല്ലേ? സാമവേദം അധ്യയനം ചെയ്യുന്നയാളാണ് സാമസ്രവസ്. ശ്രദ്ധിക്കണേ, സാമവേദം പഠിക്കുന്നയാളാണ് സാമസ്രവസ്. അപ്പോൾ ഈ സാമസ്രവസ് എന്തിനാണ് ശുക്ലയജുർവേദ പ്രവർത്തകാചാര്യൻ്റെ അടുത്ത് വരുന്നത്? പഠിക്കാൻ അല്ലേ? നമുക്ക് സംശയം തോന്നാം, സാമസ്രവസേന്നാണ് വിളിച്ചത്. എന്താണ്? സാമസ്രവസേന്നാണ് വിളിച്ചത്. നീ ഇങ്ങോട്ട് വരൂ, നീ പശുക്കളെയും കൊണ്ട് ഗുരുകുലത്തിലേക്ക് പൊക്കോളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? ഇവിടെ ആദിശങ്കര ഭഗവത്പാദർ ഇവിടെ ഭാഷ്യത്തിൽ പറയുകയാണ്, യാജ്ഞവൽക്യ മഹർഷി ചതുർവേദവിത്താണ്. അത് ഈ വിദ്വസഭയിൽ അദ്ദേഹം പറയാണ്ട് പറയുകയാണ്. മനസ്സിലാക്കണേ, യാജ്ഞവൽക്യ മഹർഷി ചതുർവേദവിത്താണ് എന്ന് വെച്ചാൽ എന്താണ്? 4 വേദങ്ങളും അറിയാവുന്നവൻ. അതാണ് ചതുർവേദവിത്ത് എന്ന് വെച്ചാൽ ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവണവേദം. 4 വേദങ്ങളും കണ്ഠസ്ഥമാക്കി മുഴുവൻ അറിയാം. അദ്ദേഹത്തിന് അറിയാത്തതായി ഒന്നുമില്ല. അത് യാജ്ഞവൽക്യ മഹർഷി ഈ തല താഴ്ത്തിയിരിക്കുന്നുണ്ടല്ലോ പണ്ഡിതന്മാർ, ആ പണ്ഡിതന്മാരോട് പറയാണ്ട് പറയുകയാണ് സാമസ്രവസയെ എന്ന് വിളിച്ചുകൊണ്ട്. ഇപ്പം എന്താണ്? എൻ്റെ ഗുരുകുലത്തിൽ ശുക്ലയജുർവേദം പഠിക്കുന്നവർ മാത്രമല്ല, യജുർവേദ ശാഖികൾ മാത്രമല്ല, അഥർവണവേദ ശാഖികളുമുണ്ട്, സാമവേദ ശാഖികളുമുണ്ട്, ഋഗ്വേദ ശാഖികളും, എല്ലാ വേദശാഖികളും എൻ്റെ ശിഷ്യന്മാരാണ് എന്ന് യാജ്ഞവൽക്യ മഹർഷി
ആ വിദ്വത്സഭയെ അറിയിക്കുകയാണ് സാമസ്രവസേന്ന് നീട്ടി വിളിച്ചുകൊണ്ട്. അപ്പം നീട്ടി വിളിക്കുന്ന എന്തിനാണ്? അവിടെ ഇരിക്കുന്ന പണ്ഡിതന്മാരെ അറിയിക്കുകയാണ്, നിങ്ങൾ കേട്ടോളൂ ഒറ്റ വിളിയിൽ, ഞാൻ നിസാരക്കാരനല്ല എന്ന്. കാരണം അതെന്തെന്ന് നമ്മൾ അടുത്ത വരിയിൽ പഠിക്കും. എന്തിനാണ് ഇങ്ങനെ എല്ലാവരെയും അറിയിക്കുന്നത്? നമ്മൾ വിചാരിക്കും യാജ്ഞവൽക്യ മഹർഷി വലിയ അഹങ്കാരിയാണ്, അദ്ദേഹം കണ്ടില്ലേ ഞാൻ വലിയ പണ്ഡിതനാണ്, എനിക്ക് ചതുർവേദ വിദ്യാർത്ഥികളുമുണ്ട് എൻ്റെ ശിഷ്യരായിട്ടെന്ന് ഒരു ഗർവം കാണിക്കാൻ വേണ്ടിയാണോ എന്ന് നമുക്ക് തോന്നാം. അതിനല്ല, നമുക്ക് മനസ്സിലാകും അടുത്ത വരി എത്തുമ്പോഴേക്കും. അതിനു വേണ്ടിയാണ് സാമസ്രവത്തിനെ വിളിക്കുന്നത്. എന്തിനു വേണ്ടിയാണ്? യാജ്ഞവൽക്യ മഹർഷി ചതുർവേദവിത്താണ്, 4 വേദങ്ങളും ഗൃഹസ്ഥമാക്കിയവൻ, 4 വേദങ്ങളും പൂർണ്ണമായും അറിയാവുന്നവൻ. അതാണ് വേദവിത്ത് അല്ലേ? പൂർണ്ണമായി ജ്ഞാനം, 4 വേദങ്ങളിലും പൂർണ്ണജ്ഞാനമുള്ളവൻ യാജ്ഞവൽക്യ മഹർഷി അല്ലേ? അങ്ങനെ അത് അറിയിക്കാൻ വേണ്ടിയാണ്. മഹാതപസ്വിയാണ് യാജ്ഞവൽക്യ മഹർഷി. ഇതറിയാവുന്നത് കൊണ്ടാണ് ത്രേതായുഗത്തിൽ മാതാപിതാക്കൾ യാജ്ഞവൽക്യ മഹർഷിയുടെ ഗുരുകുലത്തിലേക്ക് ശിഷ്യന്മാരെ വിടുന്നത്. അങ്ങനെയാണ് യാജ്ഞവൽക്യ മഹർഷിക്ക് അനേകം ശിഷ്യ സമ്പത്തുക്കളുണ്ടായത്. ഒന്നുമില്ലായിരുന്നു. വൈശമ്പായന മഹർഷിയിൽ നിന്നും അദ്ദേഹം പുറത്തു വന്നിട്ട് സ്വന്തമായി ഗുരുകുലം ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഒന്നുമില്ല. കൂടെ വന്ന കുറേ ശിഷ്യന്മാർ മാത്രമേ ഉള്ളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജ്ഞാനനിഷ്ഠ, തപോനിഷ്ഠ മാത്രമേ അദ്ദേഹത്തിൻ്റെ കൈവശമായിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ? അതിൽ ശ്രദ്ധാലുക്കളായിക്കൊണ്ടാണ് ശിഷ്യന്മാർ യാജ്ഞവൽക്യ മഹർഷിയോടൊപ്പം വൈശമ്പായന മഹർഷിയെ ഉപേക്ഷിച്ച് വന്നതിൻ്റെ കാരണം. ശിഷ്യന്മാർക്ക് വലിയ ഗുരുകുലം വേണ്ട, സമ്പത്ത് വേണ്ട അല്ലേ, വലിയ വലിയ അംഗീകാരങ്ങളൊന്നും വേണ്ട അല്ലേ, ഒന്നുമില്ലാത്ത ഗുരുവിനോടൊപ്പം ശിഷ്യന്മാർ വന്നതിൻ്റെ കാരണം ഇതാണ്. ഗുരുവിൽ പൂർണ്ണ ശ്രദ്ധയുണ്ടായിരുന്നു. ഞങ്ങളുടെ ഗുരുനാഥൻ ജ്ഞാനനിഷ്ഠനാണ്, ബ്രഹ്മിഷ്ഠനാണ് എന്നുള്ള ആ ശ്രദ്ധ ഗുരുവിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാരെല്ലാവരും യാജ്ഞവൽക്യ മഹർഷിയോടൊപ്പം വന്നത്. ഞാൻ ബ്രഹ്മിഷ്ഠനാണെന്ന് ഗുരുക്കന്മാർ പറയില്ല. അതാണ് മഹാത്മാക്കളുടെ ലക്ഷണവും. അവർക്ക് അറിവുണ്ടെങ്കിലും അവർ പുറമേ കാണിക്കില്ല. അയ്യോ എനിക്കൊന്നും അറിയില്ല, എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല, ഞാൻ ഉപനിഷത്തുക്കൾ പഠിച്ചിട്ടില്ല. നിങ്ങൾ മഹാത്മാക്കളുടെ അടുത്ത് ചെന്നാൽ അവരുടെ ഭാവം നമ്മൾ കാണണം, ഒന്നും അറിയാത്ത പോലെ. അതാണ് മഹാത്മാക്കളുടെ ലക്ഷണം. അത് തന്നെയാണ്. എല്ലാം അറിയാവുന്നവൻ മഹാത്മാവില്ല. നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ച കാര്യം ഇവിടെ ഓർക്കാം. വിദ്യാ വിനയസമ്പന്നേ അല്ലേ? എങ്ങനെയായിരിക്കണം ബ്രഹ്മിഷ്ഠൻ അല്ലേ? ശുനി ജൈവ സ്വഭാഗേശ പണ്ഡിത സമദർശിന. പണ്ഡിതന്റെ ലക്ഷണം ഭഗവാൻ ഗീതയിൽ അർജുനനോട് പറയുന്നുണ്ട്. വിദ്യാ വിനയസമ്പന്നേ. ആ വിനയം യാജ്ഞവൽക്യ മഹർഷിക്ക് ഉണ്ടായിരുന്നു. ഇപ്പം എന്താണ്? ഞാൻ പണ്ഡിതനാണെന്നോ ഞാൻ ബ്രഹ്മിഷ്ഠനാണെന്നോ ഒന്നും പറയുന്നില്ല. ഞാൻ ബ്രഹ്മിഷ്ഠനാണ് എന്നെങ്ങനെ പറയാണ്ട് പറഞ്ഞു? സാമസ്രവാ എന്ന് വിളിച്ചുകൊണ്ട്. അപ്പോൾ എല്ലാ വേദങ്ങളും അറിയുന്ന മഹാത്മാവാണ് യാജ്ഞവൽക്യ മഹർഷി. അങ്ങനെ വിളിച്ചിട്ട് പറയുന്നു. അപ്പം ഇതെല്ലാം സാമസ്രവാന്ന് വിളിച്ചപ്പോൾ ഈ തല താഴ്ത്തിയിരുന്ന പണ്ഡിതന്മാരൊക്കെ ഉണർന്നു. കാരണം സ്വയമേവ വന്ന് വിദ്വസഭയിൽ വന്നിട്ട് ആ ഗർഭത്തോടു കൂടി വരുവാണെന്നല്ലേ വിചാരിക്കുന്നത്. കാരണം ജനക മഹാരാജാവ് ആദ്യം നമ്മളൊരു വിദ്വസഭയിലേക്ക് ഞാനാണ് പറയാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ആദ്യം ആരാണോ അധ്യക്ഷനായിരിക്കുന്നത്, ഇവിടെ ആരാണ് അധ്യക്ഷനായിരിക്കുന്നത്? ജനക മഹാരാജ്. അപ്പോൾ ജനക മഹാരാജാവിനെ നമസ്കരിക്കണം. ഞാൻ ആണ് അങ്ങയുടെ ഇച്ഛയ്ക്കനുസരിച്ച്, ജിജ്ഞാസയ്ക്കനുസരിച്ച് ഞാനാണ് ഇവിടെ വാദത്തിന് വരുന്നത്, എന്നെ അനുവദിക്കണമെന്നൊക്കെ പറഞ്ഞ് അനുവാദം ചോദിക്കണം. എന്നിട്ട് വേണം മുന്നോട്ട് വന്നിട്ട് എന്താ പറയുക, വിദ്വസഭയിലെ പ്രധാനിയായി ഇരിക്കേണ്ടത്. ഇങ്ങനെയുള്ള നിയമങ്ങളൊക്കെ ഉണ്ട്. യാജ്ഞവൽക്യ മഹർഷി ഇതൊന്നും പാലിച്ചില്ല.
എല്ലാവരും തല താഴ്ത്തിയിരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം സ്വയമേവ എഴുന്നേറ്റ് വന്നിട്ട് ശിഷ്യന്മാരെ വിളിക്കുകയാണ് ചെയ്തത്. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അപ്പോൾ അതൊരു സഭാമര്യാദയല്ലല്ലോ. അപ്പോൾ എന്താണ്, ജനക മഹാരാജാവിന് ദേഷ്യം തോന്നാം. ഇപ്പം ഇദ്ദേഹത്തിന് തലയറക്കും, അല്ലെങ്കിൽ പണ്ഡിതന്മാർക്കും ദേഷ്യം വന്നു. ഇതെന്താണ് ഒരു അപമര്യാദയായിട്ട് പെരുമാറുന്നത് ഇദ്ദേഹം എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ. പിന്നെ ഇയാൾ വലിയ ഗർവം കാണിക്കുന്നു, ഇയാൾ പണ്ഡിതനാണെന്ന് സ്വയമേവ പ്രഖ്യാപിച്ചുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അപ്പം യാജ്ഞവൽക്യ മഹർഷി അഹങ്കാരിയാണ് എന്ന് യുദ്ധസഭയിലുള്ള എല്ലാവരും മനസ്സുകൊണ്ട് വിധി എഴുതി. ആ വിധിയാണ് ഇനി പറയുന്നത്. താഹ ഉദാചകാര. താഹ ഉദാചകാര. താഹ എന്ന് വെച്ചാൽ താഹ ശിഷ്യ, ആ ശിഷ്യൻ, അല്ലെങ്കിൽ താഹ സാമസ്രവാഹ. സാമസ്രവസ് എന്നുള്ള യാജ്ഞവൽക്യ മഹർഷിയുടെ ശിഷ്യൻ എന്തു ചെയ്തു? ഗുരുവിൻ്റെ ആജ്ഞയനുസരിച്ചു ഉദാചകാര, ഗാഹ ഉദാചകാര, പശുവിനെ കൊണ്ട് പോയി. അല്ലേ? നമ്മൾ തൊട്ടു മുമ്പ് കണ്ടിരുന്നു ഉദജ. ഉദജ എന്ന് വെച്ചാൽ എടുക്കുക, ഉദാചകാര എന്ന് വെച്ചാൽ കൊണ്ടുപോയി കഴിഞ്ഞു, കാര്യം നടന്നു എന്ന് ഇവിടെ പറയുകയാണ്. അതായത് ശിഷ്യൻ സാമസ്രവസ് ഗുരുവിൻ്റെ ആജ്ഞ അനുസരിച്ച് ശിഷ്യൻ എന്ത് ചെയ്തു? ഈ പശുക്കളെയും കൊണ്ട് പോയി. എവിടെ? ഗുരുകുലത്തിലേക്ക് മടങ്ങി. അപ്പം ശിഷ്യൻ ചെയ്തതും തെറ്റാണ്. എന്താണ് തെറ്റ് ചെയ്തത്? ശിഷ്യൻ അവിടെ മുന്നോട്ട് വന്നു. നമ്മൾ എങ്ങനെയാണ് ഒരു സഭയിൽ മുന്നോട്ട്, പ്രത്യേകിച്ച് രാജഭരണമായിരിക്കുമ്പോൾ രാജാവാണ് പ്രധാനി. രാജാവിനെ വേണം ആദ്യം നമസ്കരിക്കേണ്ടത്, അഭിസംബോധന ചെയ്തുകൊണ്ട് പിന്നെ രാജാവിൻ്റെ അനുമതി മേടിക്കണം. ഞാൻ സമ്മാനമായിട്ട് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എടുക്കാമെന്ന് പറഞ്ഞു, പക്ഷെ ഞാനത് എടുത്തുകൊണ്ട് പൊയ്ക്കോട്ടെ എന്ന് അനുമതി ചോദിക്കണം. അങ്ങനെയാണ് രാജനീതി. ഈ നീതിയൊന്നും സാമസ്രവസും പാലിച്ചില്ല. അല്ലേ? ഇതൊന്നും അറിയാത്തവരല്ല. രാജഭരണകാലത്ത് ജീവിച്ചിരിക്കുന്ന എല്ലാ പ്രജകൾക്കും ഇതൊക്കെ അറിയാവുന്നതാണ്. പക്ഷെ സാമസ്രവസ് അതൊന്നും പാലിച്ചില്ല. എന്തുകൊണ്ടായിരിക്കും? തൻ്റെ ഗുരുവാണ് ശരി എന്നുള്ള പൂർണ്ണ ശ്രദ്ധ സാമസ്രവസിനും ഉണ്ട്, ശിഷ്യന്മാർക്കൊക്കെ ഉണ്ട്. അല്ലേ? ആ നീട്ടി വിളിക്കുന്നതിൽ എല്ലാം ഉണ്ട്. എൻ്റെ ഗുരു എന്തിനാണ് എന്നെ വിളിച്ചതെന്ന് നമ്മളെപ്പോലെ ഇങ്ങനെ വിസ്തരിച്ച് കഥ പറയൊന്നും വേണ്ട. അല്ലേ? ഗുരുവിൻ്റെ ഒരു നോട്ടം പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നവരായിരുന്നു അന്നത്തെ കാലത്തെ ശിഷ്യന്മാർ. എന്തിനാണ് ഗുരു എന്നെ നോക്കുന്നത്? അല്ലേ? ഋജ്വാഭി കാരുണ്യ സുധാഭിവൃഷ്ട. അല്ലേ? ഗുരു എന്തിനാണ്, ഓരോ വാക്കുകൾ ഒരു മൂളന് പോലും മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അന്ന്. ഗുരുവിനോടുള്ള പൂർണ്ണ ശ്രദ്ധ. അതുകൊണ്ട് ആ സഭയെ എങ്ങനെയാണ് അഭിസംബോധന ചെയ്യേണ്ടത്, ആ സഭാമര്യാദകളൊന്നും സാമസ്രവസും പാലിച്ചില്ല. അല്ലേ? എന്തെങ്കിലും വന്നാൽ അത് നേരിടാനുള്ള ആള് ഗുരുനാഥനുണ്ട്, ഗുരു നോക്കിക്കോളൂ. അതുകൊണ്ടെന്നാണ് ഗുരുവിനെ മാത്രം നോക്കി ഗുരുവിൻ്റെ വിളി കേട്ട് വന്ന് എടുത്തിട്ട് സാമസ്രവസും പോയി, ശിഷ്യന്മാരും അതോടൊപ്പം പോയി. അപ്പോഴെന്ത് സംഭവിച്ചു? തേഹ ബ്രാഹ്മണാഹ ചുക്രുദൂഹു. ആ സമയത്ത് ഇതെല്ലാം കണ്ടിട്ട് ഈ ബ്രാഹ്മണന്മാർ, അതായത് യുദ്ധസഭയിൽ വന്നിരിക്കുന്ന പണ്ഡിതന്മാർ, ശാസ്ത്രാർത്ഥികൾ, ബ്രാഹ്മണന്മാർ എന്ത് ചെയ്തു? ചുക്രുദൂഹു. ചുക്രുദു എന്ന് വെച്ചാൽ ദേഷ്യമുണ്ടായി എന്നാണ്. ചുക്രുദൂഹു നമ്മൾ നീട്ടിയാണ് പറയുന്നത്. അല്ലേ? നമുക്ക് ദേഷ്യം വന്ന സാധാരണ നമ്മൾ എന്താ ചെയ്യുക? ദേഷ്യം പ്രകടിപ്പിക്കും. അല്ലേ? അല്ലേ? സാധാരണ നമ്മൾ അങ്ങനെയാണ്, ലോക വ്യവഹാരം അങ്ങനെയാണ്. ദേഷ്യം വന്നാൽ നമ്മൾ പ്രകടിപ്പിക്കും. അപ്പം ഈ ബ്രാഹ്മണന്മാർ, അവിടെ കൂടിയിരിക്കുന്ന ബ്രാഹ്മണൻ, ജനക മഹാരാജാവ് ഒന്നും മിണ്ടാണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഇവിടെ പറയുന്നേ ഇല്ല. അദ്ദേഹത്തിൻ്റെ മുഖത്തൊരു പുഞ്ചിരി മാത്രം. കാരണം ജനകൻ ആരെന്ന് നമ്മൾ ആദ്യം കണ്ടതാണ്. ആ വിശാല മനസ്കന് അറിയാം.
അതുകൊണ്ട് അദ്ദേഹം ഒന്നും പ്രതികരിക്കുന്നില്ല. അയ്യോ എന്നെ ബഹുമാനിച്ചില്ലെന്നോ സഭാമര്യാദ പാലിച്ചില്ലെന്നോ ഒന്നും ജനക മഹാരാജാവ് മിണ്ടുന്നില്ല. പക്ഷെ ഈ ബ്രാഹ്മണന്മാർക്ക് ഇത് കണ്ടിട്ട് ദേഷ്യം വന്നു, അവർ ക്രോധമുണ്ടായി. അപ്പോഴേ ദേഷ്യം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? പ്രതികരിക്കും അല്ലേ? ഒന്നെങ്കിൽ നമ്മുടെ മുന്നിൽ ആരാണോ നമ്മളോട് ദേഷ്യപ്പെടുന്നത് അയാളുടെ ആ പൊസിഷൻ അനുസരിച്ച് നമ്മൾ പ്രതികരിക്കും. അയാൾ നമ്മളെക്കാൾ ഉയർന്ന ആളാണെങ്കിൽ നമ്മൾ വളരെ കുറച്ച് പ്രതികരിക്കും, ദേഷ്യം അല്ലേ? നമ്മുടെ സമമാണെങ്കിൽ നമ്മൾ കുറച്ചുകൂടെ പ്രതികരിക്കും അല്ലേ? നമ്മളെക്കാളും താഴ്ന്ന ആളാണെങ്കിൽ നമ്മൾ വളരെ 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 കൂടുതലായിട്ട് പ്രതികരിക്കും, പ്രകടിപ്പിക്കും നമ്മുടെ ദേഷ്യത്തെ. പക്ഷേ ഇവിടെ കൂടിയിരിക്കുന്ന ബ്രാഹ്മണന്മാർക്ക് ദേഷ്യത്തെ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നില്ല. വളരെ ദേഷ്യം. ചിലവരെന്താണ് എഴുന്നേറ്റ് വന്ന് അടിക്കും, ചീത്ത വിളിക്കും അല്ലേ? എന്തൊക്കെയാ കാണിക്കുക നമുക്കറിയാവുന്നതാണ് അല്ലേ? അപ്പോൾ ഈ ബ്രാഹ്മണന്മാർക്ക് പ്രതികരിക്കാൻ സാധിക്കുന്നില്ല. കാരണം ജനക മഹാരാജാവ് അവിടെ പ്രതികരിക്കുന്നില്ല. പ്രതികരിക്കേണ്ട പ്രധാന ആളാണ് ജനക മഹാരാജാവ്, അദ്ദേഹം പ്രതികരിക്കാണ്ട് കുത്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ ഈ ബ്രാഹ്മണന്മാർക്ക് മുന്നോട്ട് വന്നിട്ട് തങ്ങളുടെ ക്രോധത്തിനെ പ്രകടമാക്കാൻ സാധിക്കുന്നില്ല. യാജ്ഞവൽക്യ മഹർഷിയെ അടിക്കാനോ യാജ്ഞവൽക്യ മഹർഷിയെ ചീത്ത വിളിക്കാനോ പശുവിനെ കൊണ്ടുപോകണ്ടെന്ന് പറയാനോ ഒന്നും സാധിക്കുന്നില്ല. അപ്പോൾ ഇവരെന്ത് ചെയ്തു? ഈ ദേഷ്യം പ്രകടമാക്കുന്നതാണ് പ്ലുതത്തിലൂടെ പറയുന്നത്. അതായത് ദേഷ്യത്തോടു കൂടി പുലമ്പുക, അതാണ് ആ പ്ലുതം എന്ന വാക്ക്. ചുക്രുതു എന്ന് വെച്ചാൽ ദേഷ്യം കാണിക്കുക. ചുക്രുദൂഹു എന്ന് വെച്ചാൽ അവർക്ക് പുറമേ ചീത്ത വിളിക്കാൻ പറ്റുന്നില്ല. അപ്പം എന്താണ്? അവർ പതുങ്ങനെ അല്ലേ, ചെറുങ്ങനെ ഇങ്ങനെ പുലമ്പുക അല്ലേ? നമ്മളും അങ്ങനെ കാണിക്കാറില്ലേ? അല്ലെ, നമ്മൾ മനസ്സിലെങ്കിലും ചീത്ത വിളിക്കും അല്ലേ? നമ്മളെ ആരാണോ നമ്മളോട് ദേഷ്യപ്പെടുന്നത് അയാളുടെ അടുത്ത് ദേഷ്യം പ്രകടമാക്കാൻ സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ ഈ സോഷ്യൽ സിഗ്മ ഉണ്ടല്ലോ, ഈ സമൂഹത്തിൽ നമുക്കുള്ള നിലയും വിലയും, ഞാൻ ചീത്ത വിളിച്ചാൽ നാട്ടുകാരെന്ത് വിചാരിക്കും, എൻ്റെ വായിൽ നിന്ന് അസഭ്യമൊന്നും വരാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ പ്രതികരിക്കാൻ പാടില്ല, ഞാൻ സമൂഹത്തിൽ മാന്യനാണ്, എനിക്ക് അങ്ങനെ ഒരു മാന്യത പട്ടമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പ്രതികരിക്കില്ല. പക്ഷെ ഉള്ളിൽ നമ്മൾ ചീത്ത വിളിക്കും അല്ലേ? ഇയാളിങ്ങനെ കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് അതിനോടൊപ്പമുള്ള താരാട്ട് പാട്ടുകളും നമ്മൾ പറയാറുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക? അത് മനസ്സിലാണ് പറയുക, അല്ലെങ്കിൽ ചെറുങ്ങനെ ശബ്ദത്തിൽ പറയും. അതാണ് ഈ ചുക്രുദൂഹു. പണ്ഡിതന്മാരെല്ലാം കൂടെ അവിടെ ഇരുന്നിട്ട് പുലമ്പാൻ തുടങ്ങി. ഇയാൾ എന്ത് പണിയാണ് കാണിക്കണത്? ഒന്നാതെ രാജനീതി പാലിക്കുന്നില്ല, രാജാവ് പ്രതികരിക്കുന്നില്ല. അപ്പോൾ ജനക മഹാരാജാവിനെയും പുലഭ്യം പറയുന്നുണ്ട്. എന്തൊരു രാജാവാണ്, ഇയാളുടെ ദക്ഷിണയും മേടിച്ച് ഞങ്ങൾ കഴിച്ചിലാകാൻ പറ്റുന്നില്ലല്ലോ, ഇവിടുന്ന് ദക്ഷിണ മേടിച്ചിരിക്കുകയാണ്, ബഹുദക്ഷിണ. അപ്പോൾ എങ്ങനെ ഈ യുദ്ധസഭയിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സാധിക്കും? അതും പറ്റൂല അല്ലേ? ഇവരാകപ്പെട്ട്. അപ്പം ആ ഒരു ഇവരുടെ ഭാവത്തിനെ യാജ്ഞവൽക്യ മഹർഷി ഒറ്റ വാക്കിൽ പറയാണ്, ചുക്രുദൂഹു എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരുടെ ദേഷ്യം മുഴുവൻ ഇവർ കാണിക്കുകയാണ്, മുഖത്ത് പ്രകടമാക്കുന്നു. ശരീരഭാഷയിൽ നമുക്ക് ദേഷ്യം വരുമ്പോൾ അല്ലേ, ചിലവർക്ക് ഷിവറിങ്ങൊക്കെ ഉണ്ടാകും അല്ലേ? ചിലവരുടെ ശരീരമൊക്കെ വിയർത്തൊലിക്കും, സെറ്റ് ചെയ്യും അല്ലേ? ദേഷ്യം വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് കാണിക്കുക. കൈയും കാലുമൊക്കെ പല പല ചേഷ്ടകൾ കാണിക്കും അല്ലേ? ഇതെല്ലാം ഉണ്ട് ഈ ചുക്രുദൂ എന്നുള്ള വാക്കിൽ. ഇവരുടെ ശരീരഘടന ഇവർ പുലഭ്യം പറയുന്നു, വളരെ ചെറുങ്ങനെ പുലഭ്യം പറയുന്നു അല്ലേ? പിന്നെ ഞങ്ങൾ പെട്ടുപോയല്ലോ, അയ്യോ ഞങ്ങളുടെ അവസ്ഥ ഇതായി പോയല്ലോ, ഇത്രയും ഗർവിഷ്ഠനായ യാജ്ഞവൽക്യനടുത്ത് നമ്മൾക്ക് യുദ്ധസഭയിൽ പങ്കെടുത്തല്ലോ, ഇത്യാദി ഇത്യാദി അവരുടെ വ്യാകുലതകളൊക്കെ കാണിക്കുകയാണ് ചുക്രുദൂഹു എന്ന വാക്കുകൊണ്ട്. അപ്പം ജനക മഹാരാജാവിന് ഇതൊക്കെ മനസ്സിലാകുന്നുണ്ട്, അതോടൊപ്പം യാജ്ഞവൽക്യ മഹർഷിക്കും മനസ്സിലാകുന്നുണ്ട്.
അപ്പോഴെന്താണ് ഇവരുടെ ഈ ദേശത്തെ ജനക മഹാരാജാവും യാജ്ഞവൽക്യ മഹർഷിയും അടക്കുന്നുണ്ട്. അതാണ് ഇനി കാണാൻ പോകുന്നത്. കഥം നോ ബ്രഹ്മിഷ്ടഃ ബ്രുവീതേ ഇതി. അതായത് ഈ ബ്രഹ്മിഷ്ഠന്മാര്, അതായത് ബ്രാഹ്മണൻ യാജ്ഞവൽക്യ മഹർഷിയോടായിട്ട് ചോദിക്കുകയാണ്. അതായത് ഈ ജനക സഭ ഇരിക്കുകയാണല്ലോ, വിദ്വത്സഭ ഇരിക്കുകയാണ്. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷി സ്വയമേവ അവിടെ എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഞാൻ ബ്രഹ്മിഷ്ഠനാകാനായിട്ട് തയ്യാറാണ്, അതിനുള്ള ഫോർമാലിറ്റി എന്തൊക്കെയാണോ അതൊക്കെ നിങ്ങൾ ചെയ്തോളൂ, ഞാൻ ഈ വാഗ്വാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ആ സമയത്ത് ചോദിക്കുകയാണ്. എന്താണ് ചോദിക്കുന്നത്? നമ്മൾക്കിടയിൽ ആരാണ് ബ്രഹ്മിഷ്ഠൻ എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോൾ ജനക മഹാരാജാവിൻ്റെ സംഭാഷണമാണ് ഇനിയുള്ളത്. കഥം നോ ബ്രഹ്മിഷ്ഠഃ ബ്രുവീതേ ഇതി. എന്താണ്? അധഃ ജനകസ്യ വൈദേഹസ്യ. ജനക മഹാരാജാവ് അല്ലെങ്കിൽ വൈദേഹൻ എന്ന പേരായ ജനക മഹാരാജാവ് ഈ എന്തായി ബ്രഹ്മിഷ്ഠനായി മുന്നോട്ട് വന്നിരിക്കുന്ന, ബ്രഹ്മിഷ്ഠൻ എന്ന് തയ്യാറാകുവാനായിട്ട്, ഞാൻ ബ്രഹ്മിഷ്ഠനാണ് എന്ന് ഈ വിദ്വത്സഭയെ അറിയിക്കുവാനായി സ്വയമേവ തയ്യാറായി മുന്നോട്ട് വന്ന യാജ്ഞവൽക്യ മഹർഷിയോടായി ചോദിക്കുകയാണ്, നമ്മളുടെ ഇടയിൽ ആരാണ് ബ്രഹ്മിഷ്ഠൻ എന്ന് കണ്ടുപിടിക്കാൻ പോവുകയാണ്. അപ്പോഴെന്താണ് അടുത്ത ഡയലോഗും ജനക മഹാരാജാവിൻ്റെയാണ്. എന്താണ്? ഹോദാ അശ്വലഹ ബഭൂവ. ഈ സമയത്ത് അധഃ എന്ന് വെച്ചാൽ ഇൻ ദിസ് ടൈം, അതായത് ഈ സമയത്ത് ജനക മഹാരാജാവ് ഇത് ചെയ്യുകയാണ്, സാമസ്രവസിതിനെയൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ആ സമയത്ത് മറ്റുള്ള ഈ ബ്രാഹ്മണന്മാരുടെ പുലഭ്യമൊക്കെ കേൾക്കുകയാണ്. അവരുടെ ദേഷ്യം കാണുന്നു, അവരുടെ ചേഷ്ടകൾ കാണുന്നു, അവരുടെ പുലഭ്യമൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ജനക മഹാരാജാവ്. ആ സമയത്ത് അതാണ് അധഃ. ആ സമയത്ത് ജനക മഹാരാജാവ് എന്ത് ചെയ്തു? ആരും മുന്നോട്ട് വരാത്തത് കണ്ടിട്ട്, കാരണം വാദി വന്നു, പ്രതിവാദി വരണം. വാദിക്കാനായിട്ട് യാജ്ഞവൽക്യ മഹർഷി മുന്നോട്ട് വന്നു. അപ്പോൾ അതിന് പ്രതിവാദി വരണം, അതായത് ചോദ്യം ചോദിക്കുവാനായിട്ട് ആള് വരണം, അല്ലേ? അറിയാലോ, വാദപ്രതിവാദം അറിയാലോ, അല്ലേ? അപ്പം വാദി ആരാണ് ഇവിടെ? യാജ്ഞവൽക്യ മഹർഷി. അപ്പോൾ പ്രതിവാദി ഉണ്ടാകണം. പ്രതിവാദി എന്ന് വെച്ചാൽ ചോദ്യം ചോദിക്കുന്ന ആള്. അപ്പം പൂർവപക്ഷി എന്നല്ലെങ്കിൽ പറയും. അപ്പം ആ പ്രതിവാദി ആരും മുന്നോട്ട് വരുന്നില്ല. അപ്പം ജനക മഹാരാജ വെറുതെ നമ്മൾ സമയം കളയുകയാണ്, നിങ്ങളുടെ പുലഭ്യം കേട്ടോണ്ടിരിക്കാനാണോ ഞാനിവിടെ വിദ്വത്സഭ നടത്തുന്നത്? അപ്പോൾ എന്താണ്, ജനക മഹാരാജാവിന് മനസ്സിലായി ആർക്കും ധൈര്യമില്ല മുന്നോട്ട് വരാനായിട്ട്. അപ്പം ജനക മഹാരാജാവ് എന്ത് ചെയ്തു? ഒരാളുടെ പേര് വിളിച്ചു. രാജാവിൻ്റെ കൽപ്പനയാണ്, അപ്പം അനുസരിക്കാതിരിക്കാൻ പറ്റൂല. അപ്പം എന്ത് ചെയ്തു? ഹോദാ അശ്വലഹ. ഹോദാവായ അല്ലയോ അശ്വല, അല്ലെങ്കിൽ ആശ്വല എന്ന് പറയുകയാണ്. ഹോദാവ് എന്ന വാക്കിൻ്റെ അർത്ഥം എഴുതിക്കോളൂ. ഋഗ്വേദ പുരോഹിതനെയാണ് ഹോദാ എന്ന് വിളിക്കുന്നത്. ഋഗ്വേദ പുരോഹിതൻ. പുരോഹിതൻ എന്ന് വെച്ചാൽ അറിയാലോ, അല്ലെ? പ്രീസ്റ്റ്. ഋഗ്വേദം കർമ്മകാണ്ഡം മുഴുവൻ പഠിച്ചിട്ട് ഋഗ്വേദത്തിലുള്ള സകല മന്ത്രങ്ങളും സകല യാഗങ്ങളും ഹോമങ്ങളും എല്ലാം കണ്ടസ്ഥാക്കിയ ആള്. അതാണ് ഋഗ്വേദ പുരോഹിതൻ. ഹോദ എന്ന് അവരെ വിളിക്കുന്നത്. ഹോദ എന്നതൊരു ടൈറ്റിലാണ് കേട്ടോ, അല്ലേ? നമ്മൾ ആചാര്യൻ, ശിഷ്യൻ, ഇതൊക്കെ നമ്മുടെ ടൈറ്റിലാണല്ലോ, അല്ലേ? അതുപോലെ ഹോദ എന്നത് ഒരു പേരാണ്. എന്താണ് ആ പേരിൻ്റെ അർത്ഥം? ഋഗ്വേദ പുരോഹിതൻ. ഋഗ്വേദത്തെ പഠിച്ചവൻ, ഋഗ്വേദത്തെ ആചരിക്കുന്നവൻ. ഇവിടെ പഠിക്കുക എന്ന് വെച്ചാൽ കർമ്മകാണ്ഡമാണ്. പുരോഹിതന്മാർ എന്താ ചെയ്യുക? കർമ്മയാഗാദി പൂജകളാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഋഗ്വേദത്തിലുള്ള അല്ലാണ്ടുള്ള ജ്ഞാനകാണ്ഡമൊക്കെ പഠിച്ച് നമ്മളാരും ഹോതാക്കളാവില്ല. കാരണം എന്താ? നമുക്ക് ഋഗ്വേദത്തിൽ പറയുന്ന അഗ്നിഹോത്രവോ
അല്ലെങ്കിൽ ജ്യോതിഷ്ഠോമാദി യാഗങ്ങളോ ഒന്നും അറിയില്ല. അപ്പോൾ അതറിയാവുന്നവർ, അതാണ് കർമ്മകാണ്ഡം എന്ന് പറഞ്ഞത്. ഋഗ്വേദത്തിലെ കർമ്മകാണ്ഡ പുരോഹിതർ അതിൽ ഒരാളാണ് അശ്വലൻ. ആ ഹോതാവിൻ്റെ പേരാണ് അശ്വലൻ എന്നുള്ള ആൾ. അശ്വലനെ വിളിച്ചിട്ട് പറയുകയാണ് ജനക മഹാരാജാവ്, അങ്ങ് പ്രതിവാദിയായിരുന്നു കൊണ്ട് അങ്ങ് ചോദ്യം ചോദിക്ക വേണം. എന്താണ് അന്ന് ജനക മഹാരാജാവ് അശ്വലനോട് ആജ്ഞാപിക്കുകയാണ്. കാരണം മറ്റുള്ള ആരും സ്വയമേവം മുന്നോട്ട് വരുന്നില്ല പ്രതിവാദിയാകുവാനായിട്ട്, ചോദ്യം ചോദിക്കുവാനായിട്ട്. അതുകൊണ്ട് ഒരാളെ ജനക മഹാരാജാവ് തന്നെ തിരഞ്ഞെടുക്കുകയാണ്. ആ തിരഞ്ഞെടുത്ത ആളുടെ പേരാണ് അശ്വലനെന്ന്. അദ്ദേഹത്തിൻ്റെ ബയോഡേറ്റയാണ് ഹോത എന്നത്. അശ്വലൻ ആരാണ്? അദ്ദേഹം ഋഗ്വേദ പുരോഹിതനാണ്. അപ്പോൾ ഹോത അശ്വല എന്ന് ജനക മഹാരാജാവാണ് പറയുന്നത്. അല്ലയോ അശ്വല എന്ന് വിളിച്ചിട്ട് ആ വിദ്വത്സഭയിൽ എല്ലാവരോടും കൂടിയായി പറയുകയാണ്, അശ്വലൻ എന്നത് നിസാരക്കാരനല്ല, അദ്ദേഹം ഹോതാവാകുന്നു എന്ന്. ഇപ്പോൾ ഹോതാവ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അവിടെ അറിയാം, കാരണം വന്നിരിക്കുന്നത് പണ്ഡിതന്മാരാണല്ലോ. അപ്പോൾ ഹോത എന്ന വാക്കിൽ തന്നെ അദ്ദേഹത്തിനെ കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ജനക മഹാരാജാവ് ആ വിദ്വത്സഭയിൽ അറിയിച്ചു കഴിഞ്ഞു. അങ്ങനെ അപ്പോൾ എന്താണ്, എൻ്റെ പേര് വിളിച്ചു. അപ്പം നമുക്കൊരു ഗർവം വരും അല്ലേ അല്ലേ ഇത്രയും നൂറുകണക്കിന് പണ്ഡിതന്മാരിരിക്കുക, എന്നിട്ടും ജനക മഹാരാജാവ് കണ്ട് എൻ്റെ പേരോർത്തു അല്ലേ, എൻ്റെ ഡെസിഗ്നേഷൻ ഓർത്തു. ഇത് രണ്ടും കേട്ടാൽ മതി, പിന്നെ നമ്മളുടെ അഹങ്കാരം റോക്കറ്റ് വിട്ട പോലെ ആയിരിക്കും, ഉച്ചത്തിലെത്തും. അങ്ങനെ അശ്വലന് കുറച്ച് ഗർവമൊക്കെ ആയി, ഓ എന്നെയാണല്ലോ വിളിച്ചത് എന്നുള്ള. അപ്പം എന്തായാലും എന്താ, അശ്വലൻ ആ തല താഴ്ത്തി ഇരുന്ന ആ ഭാവമൊക്കെ മാറി, അദ്ദേഹത്തിൻ്റെ ദേഷ്യമൊക്കെ പോയി അല്ലേ, സുക്രുതുവായിരുന്നു ഇവരൊക്കെ. ആ ദേഷ്യമൊക്കെ പോയി അശ്വലൻ എന്താണ് പിന്നെ, ഞാനാണ് കേമൻ, ജനക മഹാരാജാവിന് എന്നെയാണ് ഏറ്റവും ഇഷ്ടം. അപ്പോൾ എന്താണ്, ഞാൻ എൻ്റെ പാണ്ഡിത്യത്തെ എന്തു വില കൊടുത്തും സംരക്ഷിക്കണം, എൻ്റെ പാണ്ഡിത്യത്തെ എല്ലാവരെയും അറിയിക്കണം എന്നുള്ള ആ ഭാവമായി മനസ്സിൽ. എന്നിട്ട് പറയുന്നു എന്താണ് അടുത്തത്, സഹ ഏനം പപ്രച്ഛ അല്ലേ, ത്വംനു ഖലു നഹ അല്ലെങ്കിൽ നോ യാജ്ഞവൽക്യ ബ്രഹ്മിഷ്ഠഃ അസീ ഇതി. അതാരാണ് പറയുന്നത്? അപ്പം അശ്വലൻ യാജ്ഞവൽക്യ മഹർഷി, നഹ യാജ്ഞവൽക്യഃ, യാജ്ഞവൽക്യ മഹർഷിയോടായിക്കൊണ്ട് പ്രതിവാദിയായ ചോദ്യകർത്താവായ അശ്വലൻ ചോദ്യം ചോദിക്കുവാൻ പോവുകയാണ്. ആ ചോദ്യം എന്താണ്, യാജ്ഞവൽക്യഃ, അല്ലയോ യാജ്ഞവൽക്യ. അവിടെ ഒരു ബഹുമാനവും കാണിക്കുന്നില്ല, കണ്ടോ, വെറുതെ അങ്ങ് പേര് വിളിക്കുകയാണ്. യാജ്ഞവൽക്യ മഹർഷി എന്നോ അല്ലെങ്കിൽ ബഹുമാനാർത്ഥം ഒന്നുമില്ല, വെറും യാജ്ഞവൽക്യഃ എന്ന് പറയുകയാണ്, അല്ലയോ യാജ്ഞവൽക്യ. കാരണം അവരുടെ ദേഷ്യമുണ്ട് അവിടെ അല്ലേ, അങ്ങ് വലിയ വേദപണ്ഡിതനാണെന്നൊക്കെ അറിയിച്ചു, ആരോടും ചോദിക്കാണ്ട് സഭാമര്യാദകളൊക്കെ പാലിക്കാണ്ട് പശുവിനെയൊക്കെ കൊണ്ടുപോയി ആ ദേഷ്യമൊക്കെ യാജ്ഞവൽക്യ എന്ന് വിളിക്കുന്നതിലൂടെ അല്ലേ, നമ്മളിതൊരു നാടകീയമായി കാണണം. യാജ്ഞവൽക്യ എന്ന് അട്ടഹാസത്തോടു കൂടി വിളിക്കുകയാണ് ആര്, അശ്വലൻ. എന്നിട്ട് എന്താ ചോദിക്കുന്നത്, ബ്രഹ്മിഷ്ഠഃ അസീ ഇതി, അങ്ങാണോ നമ്മളുടെ ഈ വിദ്വത്സഭയിൽ പണ്ഡിതന്മാരുടെ ഈ കൂട്ടത്തിൽ അങ്ങാണോ വലിയ ബ്രഹ്മിഷ്ഠൻ? അസി എന്ന് വെച്ചാൽ എഴുതിക്കോളൂ, ആക്ഷേപാർത്ഥം അസി ശബ്ദ, ആക്ഷേപാർത്ഥം അസി ശബ്ദ, പ്ലുതം ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ നീട്ടി അസീന്ന് നീട്ടി പറയുന്ന എന്തിനാണ്, ആക്ഷേപിക്കുകയാണ് യാജ്ഞവൽക്യ മഹർഷി. ആക്ഷേപിക്കുക എന്ന് വെച്ചാൽ എന്താണ്, കളിയാക്കുകയാണ് അല്ലേ. അങ്ങാണോ വലിയ കേമൻ? നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ ചോദിക്കാണ്, നീയാണോ വലിയ കേമൻ? നീ വലിയ കേമിയാന്നൊക്കെ നമ്മൾ പറയാറില്ലേ നാട്ടുമ്പുറത്ത്. അവള് വലിയ ആളായിട്ടോ, അല്ലെ അയാൾ വലിയ ആളാന്നൊക്കെ നമ്മൾ അതുപോലെ. അപ്പോൾ ആക്ഷേപാർത്ഥം നമ്മൾ പറയാറില്ലേ.
അപ്പം ഈ സഭ നടക്കുകയാണല്ലോ, അപ്പം സഭാ മര്യാദ പാലിക്കണമല്ലോ. അപ്പം ഈ സഭയിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത അൺപാർലമെൻ്ററി വാക്കുകളൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അശ്വലിന് തന്നെയല്ലേ അത് കുറവ്. അപ്പോൾ എന്താണ് ഈ അസീന്ന് നീട്ടി ചോദിക്കുമ്പോൾ അതിൽ ആന്തരാർത്ഥമുണ്ട് അല്ലേ. നീ ആണോ വലിയ കേമൻ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഈ വാക്കുകളുടെ ഏറ്റക്കുറച്ചിലില്ലേ അല്ലേ, അതിൽ തന്നെയുണ്ട് ദ്വയാർത്ഥം അല്ലേ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, നീ ആണോ വലിയ കേമൻ. അപ്പോൾ യാജ്ഞവൽക്യ മഹർഷിയെ കളിയാക്കുകയാണ് അവിടെ. അതാണ് അസീ ഇതി എന്ന് ആശ്വലൻ്റെ വാക്കുകളാണ് അവിടെ. അങ്ങാണോ നമ്മളുടെ കൂട്ടത്തിൽ വലിയ കേമൻ എന്ന് ചോദിക്കുകയാണ്. ആര്? അശ്വലൻ ചോദിക്കുന്നു. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു മന്ദഹാസത്തോടുകൂടി നമ്മുടെ യാജ്ഞവൽക്യ മഹർഷി അവിടെ ഇരിക്കുന്നു. ഇതെല്ലാം കേൾക്കുന്നു. ഇവരുടെ പുലഭ്യം കേൾക്കുന്നുണ്ട്, ഇവരുടെ കളിയാക്കൽ കേൾക്കുന്നുണ്ട്, ആക്ഷേപം എല്ലാം കേൾക്കുന്നുണ്ട്. എന്നിട്ട് യാജ്ഞവൽക്യ മഹർഷിയുടെ പ്രതികരണമാണ് അടുത്തത്. വളരെ മനോഹരമാണ്. നമുക്ക് അതുകൂടെ കണ്ടിട്ട് ഇന്നത്തേന് പിരിയാം. സഹോവാച, സഹ ഉവാച, സഹ യാജ്ഞവൽക്യഃ ഉവാച. അവരോടായിക്കൊണ്ട്, ഈ വിദ്വസഭയോടായിക്കൊണ്ടും പ്രത്യേകിച്ച് അശ്വലനോട്, ചോദ്യകർത്താവായ അശ്വലനോടായിക്കൊണ്ട്, അശ്വലനെ നോക്കിക്കൊണ്ട് അല്ലേ, യാജ്ഞവൽക്യ മഹർഷി ഈ ചോദ്യമെല്ലാം കേട്ടിട്ട്, ഈ സംഭവങ്ങളെല്ലാം കണ്ടിട്ട്, അവരുടെ ദേഷ്യമെല്ലാം കണ്ട് യാജ്ഞവൽക്യ മഹർഷി പ്രതികരിക്കുകയാണ്. എന്താണ്? നമോ വയം ബ്രഹ്മിഷ്ടായ കുർമഃ. നമോ വയം, വയം ബഹുവചനം, അതായത് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ ബ്രഹ്മിഷ്ഠന്മാർക്കും എൻ്റെ വിനീത 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 നമസ്കാരം. അതോടുകൂടി ഇവരെല്ലാം ഫ്ലാറ്റായി അല്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എന്നെ ഒരാളിങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ട് പറയും, പുലഭ്യം പറയുകയാണ്, കളിയാക്കുകയാണ്, നമ്മൾ അവരെ നമസ്കരിക്കുമോ അല്ലേ? അതാണ് യാജ്ഞവൽക്യ മഹർഷിയുടെ മഹത്വം അല്ലേ. അതായത് എല്ലാറ്റിലും ഈശ്വരനെ കാണാൻ കഴിയുന്നവർക്ക് മാത്രമേ എല്ലാവരെയും നമസ്കരിക്കാൻ സാധിക്കൂ അല്ലേ. അല്ലെങ്കിൽ നമസ്കരിക്കാൻ പറ്റില്ല അല്ലേ. നമസ്കാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഗർവത്തിനെ നമ്മൾ അടിയറവ് പറയുകയാണ്. പിന്നെ എന്താണ്? നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഭാവം, ഞാൻ ഈ ശരീരിയല്ല നമസ്കരിക്കുന്നത്, അതിൽ കുടികൊള്ളുന്നിരിക്കുന്ന ചൈതന്യത്തെയാണ് അല്ലേ. നമ്മളൊക്കെ അങ്ങനെയല്ലേ. നമ്മൾ ഇപ്പം ഗുരുപരമ്പരയൊക്കെ നമ്മൾ നമസ്കരിക്കുമ്പോൾ ഒരു വ്യക്തിയല്ല, വ്യക്തി എന്നത് പ്രതിനിധിയാണ്. അതിലൂടെ അതിൽ കുടികൊണ്ടിരിക്കുന്ന ചൈതന്യ സ്വരൂപനെ, പരമാത്മാവിനെ തന്നെയാണ് നമ്മൾ നമസ്കരിക്കുന്നത് അല്ലേ. അത് തന്നെ ഇവിടെ യാജ്ഞവൽക്യ മഹർഷി അദ്ദേഹത്തിൻ്റെ ജ്ഞാനനിഷ്ഠയാണ് ഇവിടെ കാണുന്നത്. നമോ വയ ബ്രഹ്മിഷ്ഠായ കുർമഹ എന്ന് വെച്ചാൽ യാജ്ഞവൽക്യ ജ്ഞാനനിഷ്ഠ പ്രദർശനം. യാജ്ഞവൽക്യ ജ്ഞാനനിഷ്ഠാ പ്രദർശനം, അദ്ദേഹത്തിൻ്റെ ജ്ഞാനനിഷ്ഠയെ പ്രദർശിപ്പിക്കുകയാണ് അദ്ദേഹം. ഞാൻ വലിയ പണ്ഡിതനാണെന്നോ, ഞാൻ ജീവൻ മുക്തനാണെന്നോ അല്ലേ, ഞാനാണ് ഏറ്റവും വലിയ ശിഷ്യസമ്പത്തുള്ളവനെന്നോ ഒന്നും കാണിക്കുന്നില്ല. യാജ്ഞവൽക്യ മഹർഷി എല്ലാവരെയും, തന്നെ കളിയാക്കിയവരെയും അല്ലേ, തന്നോട് ദേഷ്യപ്പെട്ടവരെ എല്ലാവരെയും നമസ്കരിക്കും. നമോ വയം ബ്രഹ്മിഷ്ഠായ, നിങ്ങൾ ആരാണ്? നിങ്ങൾ എല്ലാവരും ബ്രഹ്മിഷ്ഠന്മാരാണെന്ന്. ഞാൻ എഴുന്നേറ്റ് നിന്നു, അതൊക്കെ ശരി തന്നെ, പക്ഷേ ഞാൻ ബ്രഹ്മിഷ്ഠനാണെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നില്ല. ഞാൻ ബ്രഹ്മിഷ്ഠനുമല്ല, ഒരു മണ്ണാങ്കട്ടയല്ല. നിങ്ങളാണ് ബ്രഹ്മിഷ്ഠന്മാർ. നിങ്ങളായ ബ്രഹ്മിഷ്ഠന്മാരെ എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യുന്നു? കുർമഹ നമോ വയം, എല്ലാവരെയും, ബഹുവചനം അവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്, എല്ലാവരെയും. അപ്പം അതിൻ്റെ അർത്ഥം അവിടെ കൂടിയിരിക്കുന്ന വേദപണ്ഡിതന്മാരും ശാസ്ത്രാർത്ഥികളും അല്ലേ. പിന്നെ
ദക്ഷിണ വാങ്ങാനായിട്ട് വന്നല്ലോ, ബഹുദക്ഷിണയാണെന്ന് അറിഞ്ഞപ്പോൾ ദക്ഷിണ വാങ്ങാൻ വേണ്ടി മാത്രം വന്ന കുറേ എണ്ണങ്ങളുണ്ട്. അവരെ എല്ലാം എന്തായിട്ടാണ് കാണുന്നത്? ബ്രഹ്മിഷ്ഠന്മാരായിട്ടാണ്, പരമാത്മ സ്വരൂപികളായിട്ടാണ്, അമൃത സ്വരൂപികളായിട്ടാണ് യാജ്ഞവൽക്യ മഹർഷി കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാവരെയും നമസ്കരിക്കാൻ സാധിക്കുന്നത്, അല്ലേ? അതാണ് അദ്ദേഹത്തിൻ്റെ മഹിമ. ഇവിടെ അദ്ദേഹം പറയില്ല, കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു കഥയാണല്ലോ. അപ്പം നമ്മളോട് പറയില്ല ഞാൻ ഇന്നയാളാണ് ഒന്നും പറയില്ല. പക്ഷെ അതിൻ്റെ ആന്തരാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ജ്ഞാനനിഷ്ഠനായിരുന്നു. അതുകൊണ്ടാണ് കളിയാക്കിയവരെയും പരിഹസിച്ചവരെയും നമസ്കരിക്കാൻ, അല്ലേ? മഹാത്മാക്കളുടെയൊക്കെ ചരിത്രം നമുക്കറിയാം. അവരെ കല്ലെറിയുന്നവർ, അവരെ കാർക്കിച്ച് തുപ്പും, അവരുടെ ദേഹത്ത് മത്സ്യമാംസാദികളിടും, അങ്ങനെ എത്ര കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അവർക്ക് ആരോടും ഒരു പരാതിയില്ല, അല്ലേ? ഈ കല്ലെറിഞ്ഞവരാണ് മഹാത്മാക്കൾ വലിയ ആളായി ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നും ആളുകൾ വരുന്നു എന്നൊക്കെ കണ്ടിട്ട് ആദ്യം ചീത്ത പറഞ്ഞവർ വീണ്ടും പിന്നെ വന്നിട്ട് അടുത്ത് പറ്റിക്കൂടിയിരിക്കുന്നതൊക്കെ നമ്മൾക്ക് കാണാവുന്നതാണ്. അപ്പോൾ അത് അവർ കാണിക്കില്ല. പക്ഷെ നമ്മൾ അവരുടെ സ്വഭാവ ചേഷ്ടകൾ കൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ബ്രഹ്മിഷ്ഠായ നമഃ. എന്നിട്ട് പറയുന്നു, ഞാൻ എന്തിനാണ് ഈ പശുക്കളെ കൊണ്ടുപോയത്, സാമസ്രവസിനെ വിളിച്ചിട്ട് ഞാൻ കൊണ്ടുപോയത് എന്തിനാണെന്ന് അദ്ദേഹം പറയുകയാണ്. ഞാൻ ബ്രഹ്മിഷ്ഠനൊന്നും അല്ല, ഞാൻ പശുക്കളെ കൊണ്ടുപോയതിൻ്റെ കാരണം പറയാണ്. ഗോകാമേവ വയം സ്മ ഇതി, അതായത് എനിക്ക് പശുക്കളെ വേണം. ഗോകാമഹ, ഞാൻ പശുകാമനാണെന്ന് എന്ന് പറയുകയാണ്. ഇവിടെ ഗോകാമഹ എന്ന് വെച്ചാൽ മമ വിത്തകാമഹ, എനിക്ക് പൈസ വേണം, എനിക്ക് സമ്പത്ത് വേണം. എന്നെ ആശ്രയിച്ച് കഴിയുന്ന നൂറുകണക്കിന് ശിഷ്യന്മാരുണ്ട്, അവരെ പട്ടിണിക്കിടാൻ പറ്റില്ല. അവരുടെ പിതാവും മാതാവും ഒക്കെ ഞാനാണ്. അപ്പോൾ എൻ്റെ കടമയാണ് എൻ്റെ മക്കളെ സംരക്ഷിക്കേണ്ടത്, അത് മാത്രമാണ്. അല്ലാണ്ട് എനിക്ക് ബ്രഹ്മിഷ്ഠനുമാകണ്ട, എനിക്ക് ജനക മഹാരാജാവ് ഇനി എനിക്ക് എന്തൊക്കെയാണോ തരാൻ പോകുന്നത് അതൊന്നും വേണ്ട. ഇനി അടുത്ത അധ്യായത്തിൽ ഇതൊക്കെ അദ്ദേഹം കൊടുക്കുന്നുണ്ട് തിരിച്ച്, അത് നമുക്ക് കാണാം. ഒന്നിനോടും ഒരു ആഗ്രഹവും ഇല്ലാത്തത് നമുക്ക് കാണാം. അദ്ദേഹത്തിൻ്റെ കാര്യം പറഞ്ഞു, എന്നെ ആശ്രയിച്ച് എൻ്റെ കൂടെയുള്ള എൻ്റെ സൗമ്യന്മാരെ, എൻ്റെ ശിഷ്യന്മാരെ എനിക്ക് സംരക്ഷിക്കണം. അതിനെന്ത് വേണം? വ്യവഹാരത്തിൽ വിത്തം വേണം. എനിക്ക് ആരും കൊണ്ട്, ഞാൻ ഗംഗാനദിയുടെ തീരത്ത് ആശ്രമം നടത്തുന്നുണ്ട്, ആരും കൊണ്ട് തരുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? എനിക്ക് പൈസ വേണം എന്ന് പറഞ്ഞു. തംഹ തതഹ ഏവ പ്രഷ്ടും ദദ്രേ ഹോദ അശ്വലഹ. ഇത് കേട്ട് ആ സഭയിലുള്ള എല്ലാവരും സ്തബ്ധരായി. ജനക മഹാരാജാവിന് ഇത് കണ്ടിട്ട് സന്തോഷമായി. ഷോ, ഇത്രയും വലിയ ആളെ ഞാൻ തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന് ജനക മഹാരാജാവ് യുദ്ധസഭയിൽ വെച്ചാണ് യാജ്ഞവൽക്യ മഹർഷിയെ ആദ്യമായി കാണുന്നത്, ആദ്യമായി പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ പാണ്ഡിത്യവും അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളൊക്കെ മനസ്സിലാക്കുന്നത് ഇതിലൂടെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇത് കണ്ട ശേഷം അശ്വലൻ യാജ്ഞവൽക്യ മഹർഷിയുടെ ആവശ്യം അറിഞ്ഞതിന് ശേഷം അശ്വലൻ ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. തഥ പ്രഷ്ടും ദദ്രേ ഹോദ അശ്വലഹ. അശ്വലൻ ഇനിയും ചോദ്യം ചോദിക്കാൻ പോവുകയാണ്. കാരണം ആ ചോദ്യം നമുക്ക് ഇനി തിങ്കളാഴ്ച കാണാം. ഇവർ തമ്മിലുള്ള വാദപ്രതിവാദങ്ങൾ ഇനി മനോഹരമാണ് ചോദ്യങ്ങൾ. അതിനുള്ള യാജ്ഞവൽക്യ മഹർഷിയുടെ ഉത്തരവും അതിമനോഹരമാണ്. നമുക്കത് ഒരുമിച്ച് പഠിക്കാൻ സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി പിരിയാം. ഓം നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യോ നമ പരമർഷിഭ്യഃ. ഓം നമോ ബ്രഹ്മാദിഭ്യോ ബ്രഹ്മവിദ്യാ സംവൃതായ കർത്തൃഭ്യോ വംശഋഷിഭ്യോ മഹദ്ഭ്യോ നമോ ഗുരുഭ്യഃ. സർവോപപ്ലവരഹിതഃ പ്രജ്ഞാനഘനഃ പ്രത്യഗർത്തോ ബ്രഹ്മൈവാഹമസ്മി. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ.
ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.